ഇന്ന് ഞങ്ങളുടെ ഓണാഘോഷമാണ്. ഞങ്ങൾക്ക് 2 ദിവസമുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ കോസ്റ്റ്യൂമാണ് ഞാൻ വിചാരിച്ച് വല്ല ചുരിദാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോഡേൺ ടൈപ്പ് ഇടാമെന്ന്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമുക്ക് ഓണമല്ലേ, നമുക്ക് കുറച്ച് നാടൻ മങ്ക പിടിക്കാമെന്ന്. ഇനി നാളത്തെ കോസ്റ്റ്യൂം നാളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്, കൊള്ളാവോ, എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പം എല്ലാവരും ഒരു ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ക്യാൻറ്റീനിൽ ലൈം ജ്യൂസ് കുടിക്കുകയായിരുന്നു. പിന്നെ ഞാനും വന്ന് ഇവിടെ വന്നിരുന്നു. അതിനുശേഷം ഞങ്ങളും ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങളുടെ വലിയ അത്തപ്പൂ, നമ്മുടെ കോളേജിൻ്റെ SFI യൂണിയൻ ഇട്ട വലിയ അത്തപ്പൂ. പിന്നെ ഞാൻ കുറച്ച് നേരം ക്ലാസ്സിൽ നിന്നിട്ട് നേരെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തു പോയി. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ 2 പിള്ളേരെ കണ്ടു. അവന്മാർ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്ന കാര്യമൊക്കെ പറഞ്ഞു. ഞങ്ങളും അവിടെ കുറേ നേരം ഇങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്നു. നല്ല രസമാണ്, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരേ വന്നുള്ളൂ, ബാക്കി എല്ലാവരും ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ റാലിക്ക് വേണ്ടി പിള്ളേരിങ്ങനെ ഒരുപാട് കോസ്റ്റ്യൂംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാവേലി, പിന്നെ ഹിന്ദു ബ്രൈഡ്, ക്രിസ്ത്യൻ ബ്രൈഡ്, അങ്ങനെ ഒരുപാട്, അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കഥകളി, എല്ലാ ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. പിന്നെ വാഴയിൽ ചുറ്റിയ കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ കർഷകർ, അങ്ങനെ കുറേ പേർ. ഇതൊക്കെ കുറേ കോസ്റ്റ്യൂം പരിപാടിയാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ 12:30 ആയപ്പോൾ തന്നെ ഫുഡ് കൊടുക്കണതിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. ഞങ്ങൾക്ക് സദ്യ ഉണ്ട് ഇന്ന്, നാളെ ഇല്ല, ഇന്ന് സദ്യ ഉണ്ട്. ഞങ്ങൾക്ക് ലേശം പോലും ഉളുപ്പില്ലാതെ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ് ഇങ്ങനെ, നമുക്ക് ഫസ്റ്റ് കയറണമെന്നും പറഞ്ഞ്. ഞങ്ങളാണ് കേട്ടോ ഏറ്റവും വലിയ സീനിയേഴ്സ് നമ്മളെ കോളേജിൽ. പിന്നെ ഇല വന്നു, ചിപ്സ് വന്നു, ഇതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. പിന്നെ പഴം വന്നു, ചോറ് വന്നു, പപ്പടം വന്നു. പപ്പടം കാറ്റത്ത് പറന്നു വന്നു, അതുകൊണ്ട് ഞാനൊരു പഴം എടുത്ത് അതിൽ വെച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സദ്യ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് സാമ്പാർ വന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നന്നായി കഴിച്ചു. പിന്നെ 2 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പായസം അധികം കഴിക്കാത്തതുകൊണ്ട് കുറച്ചേ മേടിച്ചോളൂ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. നിങ്ങൾക്ക് ഫേവറേറ്റ് ആണോ? ഞങ്ങൾ ട്രിവാൻഡ്രത്ത് മാത്രം കിട്ടുന്ന സ്പെഷ്യലാണ്, അറിയാമല്ലോ, ബോളി. പിന്നെ അതും കഴിച്ചു. മോരും കിട്ടി, പക്ഷേ രസമില്ലായിരുന്നു. പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോകാൻ വേണ്ടി ബസ് കയറുകയാണ്. ഞങ്ങൾ കാട്ടാക്കട വന്നിട്ട് വേണം, ഒരു ബസ് കയറി കാട്ടാക്കട വരണം. കാട്ടാക്കട വന്ന് ഞാൻ വീട്ടിൽ എത്തി. എന്നെ വിളിക്കാൻ ആൾ വന്നു. കാരണം എനിക്ക് നടക്കാൻ വയ്യ, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ കുറച്ച് ഫോട്ടോസ്. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.